ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പരീക്ഷ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ സ്റ്റേ ഇല്ല. സർക്കാരിന്റെ സ്റ്റേ ആവശ്യം നിരസിച്ച് ഹൈക്കോടതി. സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ഉത്തരവ് മാർക്ക് ഏകീകരണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുമെന്ന വാദം തള്ളി ഹൈക്കോടതി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സ്റ്റേ ഇല്ല. പരിഷ്കരണത്തിൽ യുക്തിയില്ലെന്ന് പറയാനാവില്ലെന്ന് സുപ്രീം കോടതി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ മറവിൽ പൗരത്വ നിർണയം വേണ്ട. ആധാറോ റേഷൻ കാർഡോ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി. സർവകലാശാലകളെ ഗവർണർ കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് രാജ്ഭവനിലേക്ക് SFI നടത്തിയ പ്രകടനത്തിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ. തുടരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. ഗവർണർക്കെതിരെ കൊച്ചിയിലും പ്രതിഷേധം. കേരള സർവകലാശാലയിൽ VCയെ വെല്ലുവിളിച്ച് രജിസ്ട്രാർ. ഓഫീസിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം തള്ളി അനിൽകുമാർ. രജിസ്ട്രാറെ തടയണമെന്ന VCയുടെ നിർദ്ദേശം നടപ്പായില്ല. സർവകലാശാലയിലേക്കുള്ള AASF DYFI മാർച്ചുകളിൽ സംഘർഷം. അടിയന്തരാവസ്ഥയ്ക്കും നെഹ്റു കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം. കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത് കൊടും ക്രൂരതയെന്നും തരൂർ. വിമർശനം ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ. മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനെന്ന സർവേ ഫലം തള്ളി കോൺഗ്രസ് നേതാക്കൾ. സർവേക്ക് വിശ്വാസ്യതയില്ലെന്ന് രമേശ് ചെന്നിത്തല. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ടെന്ന് K മുരളീധരൻ. വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നും വിമർശനം. UDF യോഗം കൊച്ചിയിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ സഹായം പ്രഖ്യാപിച്ച സർക്കാർ. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും. കുടുംബത്തിന് വീട് വെച്ച് നൽകാനും മന്ത്രിസഭാ തീരുമാനം. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതിൽ കേരളം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് MSC കമ്പനി ഹൈക്കോടതി. കമ്പനി നിലപാട് അറിയിച്ചത് സംസ്ഥാനം നൽകിയ നഷ്ടപരിഹാര ഹർജിയിൽ. വിഴിഞ്ഞത്തെത്തിയ MSC കപ്പലിന്റെ അറസ്റ്റ് കോടതി നീട്ടി. മുൻ മാനേജറെ നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. മർദ്ദനം നടന്നതിന് തെളിവില്ലെന്ന് കുറ്റപത്രത്തിൽ. വിപിന്റെ കണ്ണട പൊട്ടിയത് ഇരുവരും തമ്മിലുള്ള പിടിവലിയിൽ. കേസിൽ ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്ത ഇൻഫോ പാർക്ക് പോലീസ്. തിരുവനന്തപുരത്ത് വൻ ലഹരിവേട്ട. കല്ലമ്പലത്ത് നിന്ന് 5 കോടിയോളം രൂപയുടെ MDMA പിടികൂടി. 4 പേർ പിടിയിൽ. കോയമ്പത്തൂരിൽ 235 കിലോ കഞ്ചാവ് പിടികൂടി. പിടികൂടിയത് കേരളത്തിലേക്കുള്ള കഞ്ചാവ്. കൊച്ചി പള്ളിമുക്കിൽ നിന്ന് 4 ഗ്രാം MDMA 30 LSD സ്റ്റാമ്പും പിടികൂടി. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം. ശേഖർ കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തത് ED കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ.